നികുതി പിരിവ് യജ്ഞം വരുന്നു. പുതിയ പരിപാടി വരികയാണ്, ഓപ്പറേഷൻ ടാക്സ്. ആളുകൾ പിരിവ്, ഈ നികുതി അടയ്ക്കുന്ന, ടാക്സ് അടയ്ക്കുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇൻകം, സർക്കാരിൻ്റെ ഇൻകം കളക്ട് ചെയ്യുന്നത്, ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ വളരെ കൃത്യമായി ഇനിയും ഒരുപാട് ഇൻകം അവരുടെ ഇത് ചെയ്യേണ്ടതുണ്ട്. ഈ നികുതി ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. പലതും മുടങ്ങിക്കിടക്കുകയാണ്. വാട്ടർ അതോറിറ്റി 450-500 കോടി രൂപ വരെ വാട്ടർ അതോറിറ്റി പിരിച്ചെടുക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ, ജനങ്ങളുടെ, ഇലക്ട്രിസിറ്റി ബോർഡ്, പല സ്ഥാപനങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിന് പൈസ കൊടുക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനം, ഉദ്യോഗ സ്വാധീനം കൊണ്ട് കറണ്ട് കട്ട് ചെയ്യാറില്ല. വാട്ടർ അതോറിറ്റി അങ്ങനെയാണ്. ഒരുപാട് സ്ഥാപനങ്ങളാണ്, വ്യക്തികളുമൊക്കെയാണ്, വളരെ വലിയ ടീമുകളാണ് വാട്ടർ അതോറിറ്റിക്ക് ബില്ലടയ്ക്കാനുള്ളത്. പക്ഷേ സമ്മർദ്ദമുള്ളത് കൊണ്ട് ആ ബില്ല് അടയ്ക്കാതിരുന്നിട്ടും വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുന്നില്ല. ആശുപത്രികൾ അടയ്ക്കാനുണ്ട്, സെക്രട്ടേറിയറ്റ് അടക്കം വാട്ടർ അതോറിറ്റിക്ക് പൈസ കൊടുക്കാനുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ടാക്സ് കളക്ഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ടാക്സ് ഇൻസെൻറ്റീവ്, ആളുകൾ ടാക്സ് അടച്ചാൽ അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന രീതിയിലുള്ള, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ചില ഗിഫ്റ്റുകളൊക്കെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗൗരവതരമായ ചില സാധ്യതകളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ സാധ്യതയാണ് ഈ ടാക്സ് പിരിവിൽ വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി തന്നെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടാക്സ് പിരിവ് ഊർജിതമാക്കുകയാണ്. ഇവിടെ ആളുകൾ ടാക്സ് അടയ്ക്കുന്നതിൽ, എല്ലാവരും ടാക്സ് അടയ്ക്കും, പക്ഷേ എന്നാൽ പോലും ടാക്സ്, ഇപ്പോൾ കെട്ടിടത്തിൻ്റെ ടാക്സ് കൃത്യമായി ആ പീരീഡിൽ തന്നെ അടയ്ക്കുന്നവർ കുറവാണ്. വില്ലേജ് ഓഫീസിലെ ടാക്സ് കൃത്യമായി ആ പീരീഡിൽ അടയ്ക്കുന്നവർ കുറവാണ്. എന്നാൽ വർഷത്തിൽ അടയ്ക്കുന്നവരുമുണ്ട്, പക്ഷേ അടയ്ക്കുന്നവർ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ സ്വർണ്ണക്കട, ടെക്സ്റ്റൈൽസ്, ഇവിടെയൊക്കെ തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെയുള്ള ടാക്സ് കളക്ഷൻ പലപ്പോഴും വളരെ വലിയ ഒരു എന്താ പറയുക, ഒച്ചഴയുന്ന വേഗത്തിലാണ് പോകുന്നത്. അത് പരമാവധി ടാക്സ് ചെറിയ കാലയളവ് കൊണ്ട് പിരിച്ചെടുക്കുക എന്ന് പറയുന്നത്, അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല. ടാക്സ് അടയ്ക്കുന്നത് ഒരു പൗരബോധമാണ്, ഒരു പൗരധർമ്മമാണ്. സർക്കാരിന് ടാക്സ് അടയ്ക്കുന്നത് ഒരു പൗരൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള നിലയിലുള്ള ഒരു ബഹുജന വിദ്യാഭ്യാസം കേരളത്തിൽ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ പ്രശ്നം, നമുക്കൊരു പൗരബോധമില്ലാത്തൊരു സമൂഹമാണ്. നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല, സ്കൂളിൽ നിന്നും അത് കിട്ടുന്നില്ല. പഠിച്ചിറങ്ങുന്ന ആളുകൾ വിചാരിക്കുന്നത് എങ്ങനെയും കള്ളം കാണിച്ചും തെറ്റ് ചെയ്തും ഈ നിയമവ്യവസ്ഥയിൽ നിന്നും, രാജ്യത്തെ ലാ ആൻഡ് ഓർഡറിൽ നിന്നും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ചങ്ങ് നടന്നാൽ മതി എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. അതിനുള്ള ലൂപ്പ് ഹോൾസും കണ്ടുപിടിക്കും. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊണ്ട് കൈക്കൂലി കൊടുക്കും, രാഷ്ട്രീയ നേതൃത്വത്തിനോട് കൈക്കൂലി കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാശെല്ലാം കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നടക്കുന്നത്. അത് പക്ഷേ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഗവൺമെൻറ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ നികുതി പിരിവിൽ ഓപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്ന പുതിയ ഓപ്പറേഷൻ വരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വന്നു, ഓപ്പറേഷൻ പിന്നെ അതുപോലെ തന്നെ പിന്നെ സീറോ എന്ന് പറയുന്ന സംവിധാനം വരുന്നു. പിന്നെ അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻസിൻ്റെ ഒരു ബഹളമാണ് വരുന്നത്. അതിനിടയിൽ ഓപ്പറേഷൻ ടാക്സ് കൂടി ധനകാര്യ വകുപ്പിൽ നിന്ന് വരുന്നു. കൃത്യമായ ഒരു ഇടപെടൽ നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, ടാക്സ് കളക്ഷൻ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ അവകാശവും ആണ്, അല്ലെങ്കിൽ അടയ്ക്കേണ്ടത് പൗരന്മാരുടെ ഒരു ഉത്തരവാദിത്വമാണ്, സർക്കാരിൻ്റെ അവകാശമാണ്. നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഈ ടാക്സ് പിരിക്കുന്നതെന്നുള്ള ഒരു ബോധത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടൊരു ടാക്സിൻ്റെ ബോധവൽക്കരണം, ഒരു അവയർനെസ് ഓഫ് ടാക്സ് കളക്ഷൻ അല്ലെങ്കിൽ ടാക്സ് പേയ്മെൻറ്റ്, ആളുകൾ കാശ് അടയ്ക്കാനുള്ള ഒരു അവയർനെസ് കൃത്യമായി കൊണ്ടുവരണം. അങ്ങനെ കാശ് അടയ്ക്കുന്ന ജനങ്ങൾക്ക് നല്ല ക്ഷേമം കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നു, അവർ അടയ്ക്കണം എന്ന് പറയുന്നു. അടയ്ക്കുമ്പോൾ അവർക്ക് കൃത്യം സർവീസ് കൊടുക്കുകയും വേണം. അപ്പോഴും ഒരു 5%, 10% ആളുകൾ ഇതിൽ നിന്ന് ചാടിക്കളിക്കും. അവർക്കെതിരെ ശക്തമായ നടപടി, നിയമ നടപടിയും റിക്കവറി നടപടിയും സ്വീകരിക്കുകയും വേണം. അപ്പോൾ നിയമം ഒരു വശത്ത് പോകണം, റിക്കവറി വേറെ വശത്ത് പോകണം. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കണം, ഇൻസെൻറ്റീവുകൾ ആളുകൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പല രൂപത്തിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് കൃത്യമായി തയ്യാറാക്കണം. വളരെ കൃത്യമായി ടാക്സ് പരമാവധി പിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ടാക്സ് യജ്ഞം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അതൊരു വലിയ
ഒരു വിഷയമാണ്. കാരണം ഇപ്പോൾ ട്രാൻസ്പോർട്ട് ജീവനക്കാർ പിന്നെ ബസ്സിൽ 50% സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ആ സൗജന്യം കിട്ടുന്ന സ്ത്രീകൾ അവരുടെ കയ്യിൽ ആ ലാഭം വരുമ്പോൾ ആ പണം അവർ മറ്റാവശ്യത്തിന് ഉപയോഗിക്കും. അത് സർക്കുലേറ്റ് ചെയ്ത് സർക്കാരിന് തന്നെ വരും. അല്ലാതെ സർക്കാരിന് പൈസ ഡയറക്റ്റ് KSRTC കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലുള്ള ഒത്തിരി പ്രോഗ്രാംസുകളൊക്കെ വരുന്നു. അപ്പോൾ മണി സർക്കുലേഷൻ ഒരു ചാക്രിക വ്യവസ്ഥയായി, ഒരു സൈക്ലിക് പ്രോസസ്സായി പണത്തെ, സമ്പത്തിനെ കാണുന്ന പുതിയൊരു എക്കോണമിയെക്കുറിച്ചാണ്, ഒരു സൈക്ലിക് എക്കോണമിയെക്കുറിച്ചാണ്, ഒരു ചാക്രിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്, മണി മൊബിലൈസേഷനുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ് VD സതീശൻ വിസ്മയം കാണുന്നു എന്നാണ് കരുതുന്നത്. എന്തായാലും നമുക്ക് പ്ലീസ് വെയിറ്റ് ആൻഡ് സീ.